ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വരുന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷ എഴുതാൻ പോകുന്നവർക്കാണെങ്കിലും LDC മെയിൻസ് പരീക്ഷ എഴുതാൻ പോകുന്നവർക്കാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷിലെ 20 ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. യു തിങ്ക് യു ആർ ബ്രില്യൻറ്റ്. യു തിങ്ക് യു ആർ ബ്രില്യൻറ്റ് ഡാഷ്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ യു തിങ്ക് യു ആർ ബ്രില്യൻറ്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ടാഗ് എന്തായിരിക്കണം? അത് നെഗറ്റീവ് ആയിരിക്കണം. ഇവിടെ യു തിങ്ക് യു ആർ ബ്രില്യൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡു യു ആണ് അല്ലേ? ഡു യു. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? ഡോണ്ട് യു ആണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ബി ഡോണ്ട് യു ആണ് വരിക. യു തിങ്ക് യു ആർ ബ്രില്യൻറ്റ്, ഡോണ്ട് യു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. മൈ അങ്കിൾസ് കാർ ഈസ് മച്ച് ഡാഷ് ദാൻ മൈ ഫാദേഴ്സ്. മൈ അങ്കിൾസ് കാർ ഈസ് മച്ച് ഡാഷ് ദാൻ മൈ ഫാദേഴ്സ്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ എൻ്റെ അങ്കിളിൻ്റെ കാറ് എൻ്റെ അച്ഛൻ്റെ കാറിനേക്കാളും കുറച്ചുകൂടെ ഫാസ്റ്റാണ് എന്നുള്ളത് പറയാനായിട്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്ത് പറയുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കണം യൂസ് ചെയ്യേണ്ടത്? കമ്പാരിറ്റീവ് ഫോം ഓഫ് അഡ്ജക്റ്റീവ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഏതാണ് കമ്പാരിറ്റീവ് ഫോം ഓഫ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്? ഫാസ്റ്റർ ആണ് വരിക. ഓക്കെ, ഫാസ്റ്റ്. മൈ അങ്കിൾസ് കാർ ഈസ് മച്ച് ഫാസ്റ്റർ ദാൻ മൈ ഫാദേഴ്സ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്തത്. I would have sent her an invitation if I dash. I would have sent her an invitation if I dash. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? ഇവിടെ ഞാൻ അവളുടെ അഡ്രസ്സ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇൻവിറ്റേഷൻ അയച്ചേനെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇമ്പോസിബിൾ കണ്ടീഷനാണ് അല്ലേ? അപ്പോൾ ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഒരു ഈഫ് ക്ലോസ് വരികയാണെങ്കിൽ ഈഫ് ക്ലോസ് എങ്ങനെയായിരിക്കണം? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലായിരിക്കണം. ഓക്കെ ആണല്ലോ? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലായിരിക്കണം എന്ത് വരേണ്ടത്? ഈഫ് ക്ലോസ് വരേണ്ടത്. അപ്പോൾ ഇവിടെ ഏതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ കിടക്കുന്നത്? ഹാഡ് ഫൗണ്ട് ഹെർ അഡ്രസ് ആണ് കേട്ടോ. ഐ വുഡ് ഹാവ് സെൻഡ് ഹെർ ആൻ ഇൻവിറ്റേഷൻ ഇഫ് ഐ ഹാഡ് ഫൗണ്ട് ഹെർ അഡ്രസ് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എ സഡൻ ഫിയർ ഗ്രിപ്ഡ് മീ ദാറ്റ് എ തീഫ് ഡാഷ് ദി ഹൗസ്. എ സഡൻ ഫിയർ ഗ്രിപ്ഡ് മീ ദാറ്റ് എ തീഫ് ഡാഷ് ദി ഹൗസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത് ചോദ്യം? രണ്ട് ഭൂതകാല പ്രവർത്തികൾ അല്ലേ? രണ്ട് ഭൂതകാല പ്രവർത്തികളാണ് പറയുന്നത്. അതായത് എ സഡൻ ഫിയർ ഗ്രിപ്ഡ് മീ ദാറ്റ് എ തീഫ് ഡാഷ് ദി ഹൗസ്. അപ്പോൾ അവിടെ കള്ളൻ കടന്നു എന്നുള്ളത് ആദ്യം നടന്ന കാര്യമാണ്. അപ്പോൾ കള്ളൻ കടന്നതിന് ശേഷം നമ്മുടെ മനസ്സിൽ പേടി അല്ലേ? അപ്പോൾ രണ്ട് കാര്യങ്ങൾ, അത് പാസ്റ്റിൽ നടന്നിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് അല്ലേ? ഭൂതകാല പ്രവർത്തികളാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നടന്ന കാര്യം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും രണ്ടാമത് നടന്നത് എങ്ങനെയായിരിക്കണം? സിമ്പിൾ പാസ്റ്റ് ടെൻസിലായിരിക്കണം. ഓക്കെ, ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും രണ്ടാമത് നടന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലും ആയിരിക്കണം. അപ്പോൾ ഇവിടെ ആദ്യം നടന്ന കാര്യം ഏതാണ്? നമുക്ക് പേടി വരുന്നതാണോ കള്ളൻ വരുന്നതാണോ? കള്ളൻ വരുമ്പോഴാണ് നമുക്ക് പേടി വരുന്നത് അല്ലേ? അപ്പോൾ കള്ളൻ വന്നു എന്നുള്ളതാണ് ആദ്യം നടക്കുന്നത്. അപ്പോൾ ആദ്യം നടന്ന കാര്യം എങ്ങനെയായിരിക്കണം? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലായിരിക്കണം. അപ്പോൾ ഇവിടെ ഏതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ വരുന്നത്? ഹാഡ് എൻറ്റേർഡ് ആണ് അല്ലേ? അപ്പോൾ എ സഡൻ ഫിയർ ഗ്രിപ്ഡ് മീ ദാറ്റ് എ തീഫ് ഹാഡ് എൻറ്റേർഡ് ദി ഹൗസ്. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞത്? രണ്ട് ഭൂതകാല പ്രവർത്തികൾ നടക്കുമ്പോൾ അതിൽ ആദ്യം നടന്നതിനെ സൂചിപ്പിക്കാൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും രണ്ടാമത് നടന്ന കാര്യത്തെ സൂചിപ്പിക്കാനായിട്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസും ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഇവിടെ ആദ്യം നടന്ന കാര്യം കള്ളൻ വന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഹാഡ് എൻറ്റേർഡ് ആണ് വരിക കറക്റ്റായിട്ട്. ഓക്കെ, അടുത്ത ചോദ്യം. ചിൽഡ്രൻ ഓഫ് മൈ ഏജ് ഡാഷ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദി കോമ്പറ്റീഷൻ. ചിൽഡ്രൻ ഓഫ് മൈ ഏജ് ഡാഷ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദി കോമ്പറ്റീഷൻ. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് എന്താണ്? ചിൽഡ്രൻ ഓഫ് മൈ ഏജ് എന്നുള്ളതാണ് അല്ലേ? ചിൽഡ്രൻ ഓഫ് മൈ ഏജ് എന്നുള്ളതാണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ സബ്ജക്റ്റ് ചിൽഡ്രൻ ഓഫ് മൈ ഏജ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്താണ്? പ്ലൂറലാണ് അല്ലേ? പ്ലൂറലാണ്. അപ്പോൾ ടെൻസ് നമുക്ക് തന്നിട്ടുള്ളത് സിമ്പിൾ പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ് ആണല്ലോ. സിമ്പിൾ
പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ടത് ആറാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, സിമ്പിൾ ടെൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് കണ്ടിന്യൂസിലായതുകൊണ്ട് തന്നെ നമുക്ക് ആറാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ചിൽഡ്രൻ ഓഫ് മൈ ഏജ് ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദി കോമ്പറ്റീഷൻ എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ചിൽഡ്രൻ ഓഫ് മൈ ഏജ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പ്ലൂരലാണ്, അതുകൊണ്ട് നമുക്ക് എന്താണ് ആറ് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ എന്തുകൊണ്ടും കൂടിയിട്ടാണ് സിമ്പിൾ പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ് തന്നിട്ടുള്ളത്, അതുകൊണ്ട് ആറാണ് ഇവിടെ കറക്റ്റായിട്ട് വരിക. ഓക്കെ, അടുത്ത ചോദ്യം, ഐ കാൺട്ട് യൂസ് മൈ കമ്പ്യൂട്ടർ, എ ന്യൂ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡാഷ് ഓൺ ഇറ്റ്. I can't use my computer, a new operating system dash on it. എന്താണ് വരുന്നത്? ഇവിടെ ആവശ്യമായ ടെൻസ് സിമ്പിൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. എന്നാൽ സെൻറ്റൻസ് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? എ ന്യൂ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സബ്ജക്റ്റിലാണ് അല്ലേ. അപ്പോൾ ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ പാസീവ് വോയിസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, എ ന്യൂ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് ഇവിടെ വരേണ്ടത്? സിമ്പിൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ പാസീവ് ഫോമാണ് വരേണ്ടത്. അപ്പോൾ ഏതാണ് ഇവിടെ പാസീവ് ഫോമായിട്ട് വരുന്നത്? ഈസ് ബീയിങ് ഇൻസ്റ്റാൾഡ് ആണ് വരേണ്ടത്. ഓക്കെ, ഐ കാൺട്ട് യൂസ് മൈ കമ്പ്യൂട്ടർ, എ ന്യൂ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡാഷ് ഓൺ ഇറ്റ് എന്നുള്ളതിൽ എ ന്യൂ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ബീയിങ് ഇൻസ്റ്റാൾഡ് ഓൺ ഇറ്റ് എന്നുള്ളതാണ് വരിക. ഓക്കെ, അടുത്ത ചോദ്യം, ദ ഇഡിയം ടു ക്യാച്ച് എ ടർട്ടർ മീൻസ്. ദ ഇഡിയം ടു ക്യാച്ച് എ ടർട്ടർ മീൻസ് എന്താണ്? ടു ക്യാച്ച് ഡേഞ്ചറസ് പേഴ്സൺ. ടു ക്യാച്ച് എ ഡേഞ്ചറസ് പേഴ്സൺ എന്നുള്ളതാണ് ടു ക്യാച്ച് എ ടർട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, സിയാൻ ഡിഡിൻറ്റ് ഗെറ്റ് ഡാഷ് സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ്. സിയാൻ ഡിഡിൻറ്റ് ഗെറ്റ് ഡാഷ് സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ്. അപ്പോൾ എന്താണ് ഇവിടെ വരുന്നത്? ഇവിടെ അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടെ മച്ചും കൗണ്ടബിൾ നൗണിൻ്റെ കൂടെ എന്താണ് നമ്മൾ ഉപയോഗിക്കുക? മെനിയുമാണ് നമ്മൾ ഉപയോഗിക്കുക അല്ലേ. അപ്പോൾ സ്ലീപ്പ് എന്ന് പറയുന്നത് എന്താണ്? അൺകൗണ്ടബിൾ ആണ്. നമുക്ക് ഉറക്കത്തെ അളക്കാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പോൾ അൺകൗണ്ടബിൾ ആണെങ്കിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? മച്ചാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. മച്ചും മെനിയൊക്കെ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് കഴിഞ്ഞ എക്സാമിന് നമുക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് അല്ലേ. മെനി അത് നമുക്ക് കൺഫ്യൂഷൻ വന്നൊരു ഏരിയ ആണ്. അപ്പോൾ സിയാൻ ഡിഡിൻറ്റ് ഗെറ്റ് ഡാഷ് സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? മച്ച് യൂസ് ചെയ്യും. കൗണ്ടബിൾ നൗൺ നമുക്ക് എണ്ണാൻ പറ്റുന്ന കാര്യങ്ങളുടെ കൂടെ മെനിയും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഉറക്കം എന്ന് പറയുന്നത് എന്താണ്? അൺകൗണ്ടബിൾ ആണ്, നമുക്ക് എണ്ണാനായിട്ട് പറ്റാത്തതാണ് അല്ലേ, കൗണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമായതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? മച്ചാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ദ സിയാൻ ഡിഡിൻറ്റ് ഗെറ്റ് മച്ച് സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ് എന്നുള്ളതാണ് കേട്ടോ. അടുത്ത ചോദ്യം, ദ വേർഡ് നിയറസ്റ്റ് ഇൻ മീനിങ് ടു സ്നീർ. ദ വേർഡ് നിയറസ്റ്റ് ഇൻ മീനിങ് ടു സ്നീർ. സ്നീർ എന്ന് പറയുന്ന മീനിങ് വരുന്ന വേർഡ് ഏതാണ് എന്നുള്ളതാണ്. ഓക്കെ, കണ്ടംപ്റ്റ് എന്നുള്ളതാണ് കേട്ടോ. മീനിങ് എന്താണ്? കണ്ടംപ്റ്റ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓക്കെ, മിസ്റ്റർ ഡാനി ഈസ് ഡാഷ് യൂറോപ്യൻ. മിസ്റ്റർ ഡാനി ഈസ് ഡാഷ് യൂറോപ്യൻ. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? ആർട്ടിക്കിൾ എ ആണ് വരിക കേട്ടോ. മിസ്റ്റർ ഡാനി ഈസ് എ യൂറോപ്യൻ ആണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് ഫസ്റ്റ് ലെറ്റർ എന്താണ്? ഇ ആണ്. ഇ എന്ന് പറയുന്നത് ഒരു വവ്വൽ സൗണ്ട് അല്ലേ. വവ്വൽ സൗണ്ടിന് മുമ്പിൽ ആൻ അല്ലേ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊരു കാര്യം നോക്കുക, വവ്വൽ ലെറ്റർ ആണോ എന്നുള്ളതല്ല നമ്മൾ നോക്കുക, നമ്മുടെ സൗണ്ടാണ് നമ്മൾ നോക്കുക. നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമ്മുടെ സൗണ്ട് എങ്ങനെയാണ് വരുന്നത്? യു, യൂറോപ്യൻ എന്ന് പറയുമ്പോൾ യു ആണ്. ആ യു എന്ന് പറയുന്നത് എന്താണ്? അത് വവ്വൽ സൗണ്ട് അല്ല. വവ്വൽ സൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളത്തിൽ വരുന്ന ആ, ആ, ഇ, ഉ, ഊ, ഓക്കെ, എ, ഐ, ഓ, ഔ, എന്നൊക്കെ വരുന്നില്ലേ? ആ സൗണ്ട്സ് ആദ്യം നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ആദ്യം അങ്ങനെയുള്ള സൗണ്ട്സ് ആണ് വരുന്നതെങ്കിൽ അവയ്ക്ക് മുന്നിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആൻ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പക്ഷെ നമ്മൾ ഇവിടെ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ യൂറോപ്യൻ, യു എന്ന് പറയുന്നത് എന്താണ്? മലയാളത്തിൽ നോക്കുവാണെങ്കിൽ അതെന്താണ്? അത് വ്യഞ്ജനാക്ഷരമാണ് അല്ലേ, അതൊരു വവ്വൽ സൗണ്ട് അല്ല. അപ്പോൾ നമ്മുടെ മലയാളത്തിൽ വരുന്ന സ്വരാക്ഷരങ്ങളുടെ അതേ ഉച്ചാരണം വരുന്നവരുടെ കൂടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്? ആൻ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. സ്വരാക്ഷരങ്ങളുടെ അതേ ഉച്ചാരണം വരുന്നതിൽ ആൻ യൂസ് ചെയ്യണം. വ്യഞ്ജനാക്ഷരങ്ങളുടെ അതേപോലെ ഉച്ചാരണം അതായത് കാക്ക, കങ്ക, ചച്ച, ചഞ്ചിങ്ങ അതിൻ്റെ കൂടെയൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്? നമ്മൾ
എ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ യൂറോപ്യൻ, യു എന്ന് പറയുന്നത്, യാ എന്ന് പറയുന്നത് എന്താണ്? അതൊരു വ്യഞ്ജനാക്ഷരമാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? എ ആണ് യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? മലയാളത്തിൽ ആ ഈ അങ്ങനെയുള്ള സൗണ്ട്സിൻ്റെ കൂടെയാണ് നമ്മൾ ആൻ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. വവൽ സൗണ്ട്സ് ആണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ വരുന്ന സൗണ്ടിനെ അപേക്ഷിച്ചിട്ടാണ് നമ്മൾ എ ആണോ ആൻ ആണോ എന്ന് തീരുമാനിക്കുന്നത്. അല്ലാതെ എഴുതിയിരിക്കുന്ന ലെറ്റർ എ ആണോ വവൽസ് ആണോ കോൺസണൻസ് ആണോ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതുപോലെ എക്സാമ്പിൾ എ വരുന്നത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത്? യൂണിവേഴ്സിറ്റി, എ യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. നമ്മൾ യു എന്നല്ലേ പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ എ യൂണിവേഴ്സിറ്റി, എ യൂണിയൻ, എ 1 റുപ്പി എന്നാണ് പറയുന്നത്. ഓക്കെ. 1 എന്ന് പറയുമ്പോൾ ONE എന്ന് പറയുമ്പോൾ ഓ എന്ന് പറയുന്ന വവ്വലാണ്. പക്ഷേ നമ്മുടെ സൗണ്ട്സ് നമ്മൾ പറയുമ്പോൾ 1 റുപ്പി, 1 എന്ന് പറയുമ്പോൾ വായാണ് ഫസ്റ്റ് വരുന്നത്. അത് വ്യഞ്ജനാക്ഷരമല്ലേ. അപ്പോൾ എ ആണ് അവയ്ക്ക് മുന്നിൽ യൂസ് ചെയ്യുക. എ യാർഡ്, യാർഡ്. ഓക്കെ. എ ഇയർ, എ ഉട്ടോപ്യ, എ യൂണിറ്റ് എന്നാണ് പറയുന്നത് അല്ലേ. എ യുണീക്ക്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക, നമ്മൾ മലയാളത്തിൽ നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് മലയാളത്തിലുള്ള സ്വരാക്ഷരങ്ങളുടെ സൗണ്ട്സ് ആണോ വരുന്നത്, അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യുക? ആൻ യൂസ് ചെയ്യുക. അല്ലാതെ വരുന്ന കേസിൽ നമ്മൾ എ ആണ് യൂസ് ചെയ്യേണ്ടത്. അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അടുത്ത ചോദ്യം, സൂ ഹാസ് ബീൻ സേവിങ് ഹെർ മണി ഡാഷ് മെനി ഇയർ. ഓക്കെ. സൂ ഹാസ് ബീൻ സേവിങ് ഹെർ മണി ഡാഷ് മെനി ഇയേഴ്സ്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെ പെർഫെക്റ്റ് ടെൻസ് അല്ലേ. പെർഫെക്റ്റ് ടെൻസുകളിൽ നമ്മൾ പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് യൂസ് ചെയ്യുക? ഫോർ യൂസ് ചെയ്യും അല്ലേ. പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കാൻ ഫോറും പോയിന്റ് ഓഫ് ടൈമിനെ കാണിക്കാൻ വേണ്ടിയിട്ട് സിൻസും ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. പെർഫെക്റ്റ് ടെൻസ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ മെനി ഇയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പീരീഡ് ഓഫ് ടൈം അല്ലേ. മെനി ഇയേഴ്സ് എന്ന് പറയുന്നത് പീരീഡ് ഓഫ് ടൈമാണ്. നമ്മളൊരു പോയിന്റ് ഓഫ് ടൈമിനെ പറയുന്നില്ല. അപ്പോൾ പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഫോർ ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ. യു ഹാസ് ബീൻ സേവിങ് ഹെർ മണി ഫോർ മെനി ഇയേഴ്സ് ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടൊരു പോയിന്റ് ഓഫ് ടൈമിനെ പറയുവാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാം? നമുക്ക് അവിടെ സിൻസ് യൂസ് ചെയ്യാം. ഇവിടെ ഒരു പീരീഡ് ഓഫ് ടൈം പറയുന്നത് കൊണ്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യണം? ഫോർ ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ യു ഹാസ് ബീൻ സേവിങ് ഹെർ മണി ഫോർ മെനി ഇയേഴ്സ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അടുത്തത്, ഡാഷ് ആലീസ് ഡാഷ് അലൻ വെൻ ടു ദി ഓഫീസ്. ഡാഷ് ആലീസ് ഡാഷ് അലൻ വെൻ ടു ദി ഓഫീസ്. എന്താണ്? അലനോ ആലീസോ ഓഫീസിലോട്ട് വന്നില്ല എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് നെഗറ്റീവായിട്ട് മീനിങ് വരുന്നത് ഏതാണ്? നെയ്തർ നോർ ആണ് വരുന്നത് അല്ലേ. നെയ്തർ ആലീസ് നോർ അലൻ വെൻ ടു ദി ഓഫീസ്. ഓക്കെ. അലനോ ആലീസോ ഓഫീസിലോട്ട് പോയില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ രണ്ടുപേരും പോയില്ല എന്ന് പറയുമ്പോൾ ഇവിടെ നെഗറ്റീവ് മീനിങ് വരുന്നത് ഏതാണ് ഇവിടെ വരുന്നത്? നെയ്തർ ആലീസ് നോർ അലൻ വെൻ ടു ദി ഓഫീസ് എന്നുള്ളതാണ് വരേണ്ടത്. ഓക്കെ. അടുത്ത ചോദ്യം, ശ്യാം ഡിഡ് യു വാച്ച് ദി ടോക്ക് ഷോ യെസ്റ്റർഡേ. ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റണം. ശ്യാം ആസ്ക്ഡ് എന്ന് പറഞ്ഞിട്ട് ഡാഷ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റണം. ഇവിടുത്തെ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഡിഡ് യു വാച്ച് ദി ടോക്ക് ഷോ യെസ്റ്റർഡേ. അതിനുള്ള ആൻസർ എന്താണ് വരിക? ഒന്നുകിൽ എസ് അല്ലെങ്കിൽ നോ ആണ് അല്ലേ. നീ ടോക്ക് ഷോ കണ്ടിരുന്നോ എന്ന് ചോദിച്ചാൽ കണ്ടു അല്ലെങ്കിൽ കണ്ടില്ല. അപ്പോൾ എസ് ഓർ നോ എന്ന് പറയുന്ന ആൻസറാണ് അവിടെ വരുന്നത്. അപ്പോൾ ഈ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ വെദർ അല്ലെങ്കിൽ ഈഫ് കൺജങ്ഷനായിട്ട് ഉപയോഗിക്കണം. ഓക്കെ. വെദർ അല്ലെങ്കിൽ ഈഫ് ആണ് ഇവിടെ കൺജങ്ഷനായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ വെദർ ഇല്ല, ആദ്യത്തേതിൽ വെദർ ഉപയോഗിക്കില്ല, ബാക്കിയുള്ളതിലെല്ലാം ഈഫ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? ഈഫ് ഉള്ളതാണെന്ന് മനസ്സിലായി. അപ്പോൾ ആദ്യത്തെ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി ഈഫ് വരുന്നത് പിന്നെ അത് കഴിഞ്ഞ് അടുത്തത് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത് എവിടെയാണ്? പാസ്റ്റ് ടെൻസിലാണ് കിടക്കുന്നത് അല്ലേ. പാസ്റ്റ് ടെൻസ് ഡയറക്റ്റ് സ്പീച്ചിൽ സിമ്പിൾ പാസ്റ്റിലുമാണ് കിടക്കുന്നത് അല്ലേ. ഡയറക്റ്റ് സ്പീച്ചിൽ സിമ്പിൾ പാസ്റ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ സിമ്പിൾ പാസ്റ്റിലുള്ള ഡയറക്റ്റിനെ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറ്റണം അല്ലേ. സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് ഇവിടെ കിടക്കുന്നത്. അതിനെ നമുക്ക് എന്തിലോട്ട് മാറ്റണം? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലോട്ട് മാറ്റണം. അപ്പോൾ നമുക്ക് ഈ ചോദ്യ രൂപത്തിലുള്ള ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ അതിനെന്തായിരിക്കണം? അത് സ്റ്റേറ്റ്മെൻറ്റ് ഫോമിൽ ആക്കിയിട്ട് മാറ്റുകയും വേണം അല്ലേ. ചോദ്യത്തിൻ്റെ രൂപത്തിൽ തന്നെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റാൻ പറ്റുമോ? ഇല്ല. അത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലോട്ടായിരിക്കണം മാറ്റേണ്ടത്. അപ്പോൾ ഈ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇത് ഏതാണ് ഇവിടെ വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത് അല്ലേ. ഇഫ് ഹി ഹാഡ് വാച്ച്ഡ് ദി ടോക്ക് ഷോ ദ പ്രീവിയസ് ഡേ. ഓക്കെ. ഇഫ് ഹി, ഓക്കെ, ശ്യാം ആസ്ക്ഡ്
ഇഫ് ഹി ഹാഡ് വാച്ച്ഡ് ദി ടോക്ക് ഷോ ദ പ്രീവിയസ് ഡേ എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് മനസ്സിലായല്ലോ? പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു വയ്ക്കുക കേട്ടോ. അടുത്തത്, എ ഡാഷ് ഓഫ് വെയിൽസ് ക്യാൻ ബി സീൻ ഫാർ ഔട്ട് ഓഫ് ദി സീ. എ ഡാഷ് ഓഫ് വെയിൽസ് ക്യാൻ ബി സീൻ ഫാർ ഔട്ട് ഓഫ് ദി സീ. അപ്പോൾ എന്താണ് വെയിൽസിൻ്റെ എ പോഡ് ഓഫ് വെയിൽസ് ആണ് കേട്ടോ വരിക. എ പോഡ് ഓഫ് വെയിൽസ് കളക്റ്റീവ് നൗൺ പഠിക്കുന്ന ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എ പോഡ് ഓഫ് വെയിൽസ് ആണ് വരുന്നത്. ഓക്കെ, അടുത്തത്, ദ ആൻറ്റോണിം ഓഫ് ഒബ്സ്റ്റിനേറ്റ്. ദ ആൻറ്റോണിം ഓഫ് ഒബ്സ്റ്റിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആൻറ്റോണിം സബ്മിസീവ് എന്നുള്ളതാണ് കേട്ടോ. സബ്മിസീവ്. ദ ആൻറ്റോണിം ഓഫ് ഒബ്സ്റ്റിനേറ്റ് മീൻസ് സബ്മിസീവ് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, സേവിയർ ഈസ് പ്രോബബ്ലി ഗോയിങ് ടു ഹാവ് ദി കാറ്റ് ഡാഷ് നെക്സ്റ്റ് വീക്ക്. സേവിയർ ഈസ് പ്രോബബ്ലി ഗോയിങ് ടു ഹാവ് ദി കാറ്റ് ഡാഷ് നെക്സ്റ്റ് വീക്ക്. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? പുട്ട് ഡൗൺ ആണ് വരിക കേട്ടോ. പുട്ട് ഡൗൺ. സേവിയർ ഈസ് പ്രോബബ്ലി ഗോയിങ് ടു ഹാവ് ദി കാറ്റ് പുട്ട് ഡൗൺ നെക്സ്റ്റ് വീക്ക് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. അടുത്ത ചോദ്യം, ഇഫ് എ പേഴ്സൺ ഈസ് നോട്ട് വെരി ഇൻ്റലിജൻറ്റ് യു വിൽ കോൾ ഹിം എ ഡാഷ്. അപ്പോൾ എന്താണ്? ഒരു വ്യക്തി വലിയ ഇൻ്റലിജൻ്റ് ഒന്നും അല്ലെങ്കിൽ നമ്മൾ അവരെ എന്ത് വിളിക്കും? ബംകിൻ എന്നുള്ളതാണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബംകിൻ. ബംകിൻ്റെ മീനിങ് എന്താണ്? നാട്ടുംപുറത്തുകാരൻ എന്നുള്ളതാണ്. അതായത് പേഴ്സൺ ഫ്രം ദി കൺട്രി സൈഡ് ഹു ഈസ് കൺസിഡേർഡ് ടു ബി ഓക്വേർഡ് ആൻഡ് സ്റ്റുപ്പിഡ്. ഓക്കെ, ഒരു നാട്ടുംപുറത്തുകാരനാണ്, ഒന്നും അറിയാത്ത ഒരാളാണ് എന്ന് പറയാനായിട്ട് ബംകിൻ ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് കേട്ടോ. BUMPKIN. ബംകിൻ. ഇഫ് എ പേഴ്സൺ ഈസ് നോട്ട് വെരി ഇൻ്റലിജൻറ്റ് യു വിൽ കോൾ ഹിം എ ബംകിൻ. ഓക്കെ, അടുത്ത ചോദ്യം, ബൈ ദി ടൈം ദേ റീച്ച് ദി ബസ് സ്റ്റോപ്പ് ദ ബസ് ഡാഷ്. ബൈ ദി ടൈം ദേ റീച്ച് ദ ബസ് സ്റ്റോപ്പ് ദ ബസ് ഡാഷ്. എന്താണ്? അവർ ബസ് സ്റ്റോപ്പിലോട്ട് എത്തുമ്പോഴത്തേനും ബസ് പോയിരുന്നു അല്ലേ? അപ്പോൾ രണ്ട് ഭൂതകാല പ്രവർത്തികളാണ്. ഒന്ന് ബസ് പോയി, ആദ്യം തന്നെ ബസ് പോയി, എന്നിട്ടാണ് അവരവിടെ എത്തുന്നത് അല്ലേ? അപ്പോൾ രണ്ട് ഭൂതകാലങ്ങളിൽ നടന്നതിൽ ആദ്യം നടന്നത് ഏതാണ്? ആദ്യം നടന്ന കാര്യത്തെ സൂചിപ്പിക്കാൻ പാസ്റ്റ് പെർഫെക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും രണ്ടാമത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുമാണ് പറയേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യം നടന്ന കാര്യം എന്താണ്? ബസ് പോയി എന്നുള്ളതാണ്. ബസ് പോയി കഴിഞ്ഞാണ് ഇവരവിടെ എത്തുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേനും ബസ് പോയി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അവിടെ ആദ്യം നടന്ന കാര്യം ബസ് പോയി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യണം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വരുന്നത് ഏതാണ്? ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് ആണ്. ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. അപ്പോൾ ബൈ ദ ടൈം ദേ റീച്ച് ദ ബസ് സ്റ്റോപ്പ് ദ ബസ് ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് ഭൂതകാല പ്രവർത്തികളിൽ നടന്ന കാര്യം പറയുമ്പോൾ ആദ്യം നടന്ന കാര്യത്തെ സൂചിപ്പിക്കാൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും രണ്ടാമത്തെ കാര്യത്തെ സൂചിപ്പിക്കാനായിട്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസും ആണ് യൂസ് ചെയ്യേണ്ടത്. ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, യു ഡാഷ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റ് ദി ഇൻ്റർവ്യൂ ബൈ ദി ടീച്ചേഴ്സ്. യു ഡാഷ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റ് ദി ഇൻ്റർവ്യൂ ബൈ ദി ടീച്ചേഴ്സ്. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? ഇവിടെ പാസീവ് ഫോമാണ് വരേണ്ടത് അല്ലേ? പാസീവ് വോയിസ് ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇവിടെ പാസീവ് വോയിസ് ആയിട്ട് വരുന്നത് ഏത് മാത്രമാണ്? വിൽ ബി ആസ്ക്ഡ് മാത്രമാണ് കേട്ടോ. വിൽ ബി ആസ്ക്ഡ് മാത്രമാണ്. അതായത് ബാക്കിയെല്ലാം ആക്റ്റീവിലാണ്. അപ്പോൾ ആക്റ്റീവ് വോയിസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബേസ് ഫോം ആണെങ്കിൽ അത് ആക്റ്റീവ് വോയിസ് ആണ്. അപ്പോൾ ഇവിടെ വിൽ ആസ്ക്, ആസ്ക്ഡ്, ഹാവ് ആസ്ക്ഡ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ആക്റ്റീവ് വോയിസ് ആണ്. പാസീവ് വോയിസിൻ്റെ ഫോം എന്താണ്? സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് V3 ആണ് വരുന്നത്. ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് തേർഡ് ഫോം ഓഫ് ദി വെർബാണ് വരിക. അപ്പോൾ ഇവിടെ നോക്കുക, വിൽ ബി ആസ്ക്ഡ് അല്ലെ? വിൽ പ്ലസ് ബി പ്ലസ് തേർഡ് ഫോം ഓഫ് ദി വെർബാണ്. വിൽ ബി ആസ്ക്ഡ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ യു വിൽ ബി ആസ്ക്ഡ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റ് ദി ഇൻ്റർവ്യൂ ബൈ ദി ടീച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ പാസീവ് ഫോമിൻ്റെയും ആക്റ്റീവ് ഫോമിൻ്റെയും എല്ലാം സ്ട്രക്ചർ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 20 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ. അപ്പോൾ 20 ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷ എഴുതാൻ പോകുന്നവർക്കായാലും LDC മെയിൻസ് പരീക്ഷയായാലും LGS മെയിൻസ് പരീക്ഷ എഴുതുന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് പറയുകയാണ്. കിട്ടുന്ന ദിവസങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ മാക്സിമം ഓരോ സെക്കൻഡും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തുക, നല്ല രീതിയിൽ പഠിക്കുക, പരീക്ഷ എഴുതുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.